1947 വർഷം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അതിദയനീയമായ അവസ്ഥയിലായിരുന്നു രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ. 16% താഴെ മാത്രമായിരുന്ന സാക്ഷരതയും തകർന്നടിഞ്ഞ കാർഷിക വ്യവസായ മേഖലകളും രാജ്യത്തിന്റെ വലിയ പരിമിതികളായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ബഹിരാകാശ ഗവേഷണങ്ങൾക്കായി കോടികൾ മാറ്റിവെച്ചത്. ഇതിന്റെ പേരിൽ നെഹ്റുവിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന വിമർശനങ്ങൾ എത്രമാത്രം വസ്തുതാപരമാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 1947 വർഷം വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി നിലവിൽ വന്നു. ശൂന്യതയിൽ നിന്ന് രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണത്തിന് അടിത്തറ പാകിയതിൽ വിക്രം സാരാഭായിയെയും ഹോമിജെ ബാബയെയും പോലുള്ള ശാസ്ത്രപ്രതിഭകളുടെ പങ്ക് നിസ്തുലമാണ്. എന്നാൽ അക്കാലത്തെ രാഷ്ട്രീയ ഭരണനേതൃത്വത്തിന്റെ പങ്ക് എന്തായിരുന്നു? രാജ്യം അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ആ കാലഘട്ടത്തിൽ ആണവ ബഹിരാകാശ മേഖലകൾക്ക് മുൻഗണന നൽകേണ്ടതുണ്ടോ എന്ന വലിയ ചോദ്യം രാജ്യവ്യാപകമായി ഉയർന്നിരുന്നു. എന്നാൽ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലക്ഷ്യമിട്ടത് നമ്മുടെ ബഹിരാകാശ സാങ്കേതികവിദ്യകൾ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കണമെന്നായിരുന്നു. രാജ്യത്തിന്റെ സാമൂഹിക വെല്ലുവിളികൾ നേരിടാനും കാർഷിക വ്യവസായ മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്താനും ഇത് പ്രയോജനപ്പെടുത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഇതിന്റെ തുടർച്ചയായി 1962 ഇൻഗോസ്പാർ രൂപീകൃതമായി.